അസ്സലാമലൈക്കും. റമദാൻ 16 ആത്മീയ ലോകത്തെ വെള്ളി നക്ഷത്രം. ബീവി നഫീസ റളിയല്ലാഹു അൻഹു ആത്മീയ ലോകത്തെ സൂര്യ തേജസ്വിയാണ്. വറയിലും ഇബാദത്തിലുമായി കഴിഞ്ഞ മഹദി എല്ലാവർക്കും ഒരു അത്താണിയാണ്. വിഷമങ്ങൾ വരുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പരിഹാരത്തിനു വേണ്ടി അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ടെന്നത് തന്നെ അവരുടെ മഹത്വം വിളിച്ചോതുന്നുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തിന് നേരത്ത് ബീവിയെ കൊണ്ട് തൻ്റെ പേരിൽ മയ്യത്ത് നിസ്കരിപ്പിക്കാൻ വസിയത്ത് ചെയ്തതും അവർ വലിയ മഹദിയാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ആണുങ്ങളുണ്ടായിരിക്കെ സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കൽ പാടില്ല എന്നതാണ് നിയമം. പുരുഷന്മാർക്ക് മുമ്പ് സ്ത്രീ മയ്യത്ത് നിസ്കരിക്കൽ നിഷിദ്ധവും പുരുഷന്മാരുടെ കൂടെ അല്ലെങ്കിൽ ശേഷം നിസ്കരിക്കൽ നല്ലതുമല്ല, ഒഴിവാക്കപ്പെടേണ്ടതാണ്. ബീവി നഫീസ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത് ഇമാം ബുവൈത്തി റളിയല്ലാഹുവിനെ ഇമാമായി നിർത്തിയാണ്, ആണുങ്ങൾക്ക് മുമ്പല്ല എന്ന് സാരം. ഇത് പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്നതിന് തെളിവാക്കിക്കൂടാ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുയുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന പള്ളിയിൽ വെച്ച് സുബ്ഹ് നിസ്കാരം നിർവഹിക്കുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖുനൂത്ത് ഒഴിവാക്കിയത്രേ. അതിനർത്ഥം ഖുനൂത്ത് സുന്നത്തില്ല എന്നല്ലല്ലോ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുയോടുള്ള അദബ് മൂലമാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തത്. സ്വന്തം വീട്ടിൽ ഖബർ കുഴിച്ചു വെക്കുകയും അതിനെ വെച്ച് ധാരാളം നിസ്കാരം നിർവഹിക്കുകയും 6000 തവണ ഖുർആൻ ഖതം തീർക്കുകയും ചെയ്ത മഹദിയാണ് ബീവി നഫീസ റളിയല്ലാഹു അൻഹു. സൂറത്തുൽ അൻആമിലെ ലഹം ദാറുസ്സലാം ഇൻദ റബ്ബിഹിം, അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വർഗത്തിൽ ദാറുസ്സലാം ഉണ്ട് എന്ന അർത്ഥം വരുന്ന ഖുർആൻ സൂക്തം ഓതുമ്പോഴാണ് മഹദി വഫാത്താകുന്നത്. രോഗം മൂർച്ഛിച്ച് മരണാസന്നിയായ ബീവിയോട് നോമ്പ് മുറിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: 30 വർഷമായി അള്ളാഹുവിനോട് എൻ്റെ തേട്ടം നോമ്പുകാരിയെ എന്നെ മരിപ്പിക്കണമെന്നാണ്, എന്നിട്ട് ഞാൻ നോമ്പ് മുറിക്കുകയോ? ഒരുപാട് കറാമത്തുകൾ അവരിൽ നിന്ന് ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ സഹോദര പുത്രി സൈനബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവർ നിസ്കരിക്കുന്ന സ്ഥലത്ത് മുൻഭാഗത്തായി ഒരു കൊട്ട തൂക്കിയിട്ടിരുന്നു. അവർ ആഗ്രഹിക്കുന്നതെല്ലാം ഉദ്ദേശിക്കുന്ന സമയത്ത് ആ കൊട്ടയിൽ നിന്ന് അവർക്ക് ലഭിക്കുമായിരുന്നു. ഇതുകൊണ്ട് അത്ഭുതപ്പെട്ട സൈനബിയോട് അവർ പറഞ്ഞു: സൈനബു, അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയായ ഒരാൾ ജീവിച്ചാലും ലോകം അയാളുടെ നിയന്ത്രണത്തിൽ വരും, അയാൾക്ക് വഴിപ്പെടുകയും ചെയ്യും. പ്രസിദ്ധമായ ഒരു സംഭവം ഇങ്ങനെയാണ്. 4 പെൺമക്കളുള്ള പ്രായം ചെന്ന ഒരു ഉമ്മയുണ്ടായിരുന്നു. അവർ ജീവിക്കുന്നത് പെൺമക്കൾ ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ നിർമ്മിച്ചിട്ടുണ്ടാകുന്ന നൂൽ വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ്. സാധാരണ പോലെ നൂൽ വിൽപ്പന നടത്താൻ ഉമ്മ അങ്ങാടിയിൽ പോയി. വഴിയിൽ വെച്ച് ഒരു പക്ഷി വന്ന് നൂൽകെട്ട് റാഞ്ചി പറന്നകന്നു. ഇത് കണ്ട് ഉമ്മ ബോധരഹിതയായി. ബോധം തെളിഞ്ഞപ്പോൾ കുട്ടികളുടെ കാര്യം ഓർത്ത് കരയാൻ തുടങ്ങി. ഉപജീവന മാർഗമാണ് ഇല്ലാതായിരിക്കുന്നത്. ജനങ്ങൾ അവർക്ക് ചുറ്റും തടിച്ചുകൂടി കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ എല്ലാം ജനങ്ങളോട് പറഞ്ഞു കൊടുത്തു. ജനങ്ങൾ അവരോട് പറഞ്ഞു: നിങ്ങൾ ബീവി നഫീസ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിപ്പിക്കൂ, പരിഹാരമുണ്ടാകും. ഉമ്മ നഫീസ റളിയല്ലാഹുവിന്റെ അടുത്തെത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചു. ബീവി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. അല്പം സമയം കഴിഞ്ഞപ്പോൾ ഒരു സംഘം ആളുകൾ അവിടെ എത്തി. അവർ ബീവിയോട് പറഞ്ഞു: ഞങ്ങൾ ഒരു കപ്പൽ യാത്രയിലായിരുന്നു. നിങ്ങളുടെ നാട്ടിലെത്തിയപ്പോൾ കപ്പൽ കേടുവന്ന് വെള്ളം അകത്തേക്ക് കയറാൻ തുടങ്ങി. കപ്പൽ മുങ്ങുമെന്നായി. വെള്ളം അകത്തേക്ക് വരുന്ന ദ്വാരം അടക്കാനുള്ള ശ്രമം വിഫലമായി. അപ്പോഴാണ് ഒരു പക്ഷി പാറി വന്ന് നൂൽകെട്ടുകളടങ്ങിയ ഒരു ചുവന്ന തുണി കഷ്ണം ഞങ്ങൾക്കിടയിലിട്ടു. അതുകൊണ്ട് ഞങ്ങൾ ദ്വാരമടക്കാൻ സാധിച്ചു. രക്ഷപ്പെട്ടതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കാൻ 500 ദിനാർ അങ്ങേക്ക് നൽകാൻ വന്നതാണ് ഞങ്ങൾ. ബീവി ഉമ്മയെ വിളിച്ചു ചോദിച്ചു: നിങ്ങളുടെ നൂൽ വിറ്റാൽ നിങ്ങൾക്ക് എത്ര ലഭിക്കും? ഉമ്മ പറഞ്ഞു: 20 ദിർഹം. ബീവി 500 ദിനാർ ഉമ്മാക്ക് നൽകി. സന്തോഷത്തോടെ വീട്ടിൽ ചെന്ന് കുട്ടികളോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തു. അവർ ബീവിയുടെ സമീപത്തെത്തി കരങ്ങൾ പുണർന്ന് ബർക്കത്തെടുത്തു. പിന്നീട് നൂലുണ്ടാക്കുന്ന ജോലി ഉപേക്ഷിച്ച് ബീവിയുടെ സേവനത്തിലായി കഴിഞ്ഞു. അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു വീഡിയോയും വരുന്നതുവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.